ഓക്കെ, അപ്പൊ നമുക്കിന്ന് പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോന് തുടങ്ങിയ കമ്പനിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് ബിരിയാണി കിറ്റാണ്. അതിനുവെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഫുഡ് ഉണ്ടാക്കാൻ വലിയായിട്ട് അറിയാത്ത എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കാരണം ഇതിന്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ബാക്കി എല്ലാം നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അരിയും ചിക്കനൊക്കെ ഇട്ടിട്ട് മസാല അത്ര നമുക്ക് ഇനി അൺബോക്സ് ചെയ്തോക്കാം. അവിടെ ചോദ്യം ഇവിടെ പിന്നെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അത് അങ്ങോട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ടോ? ഇതൊരു കലയാണ് അൺബോക്സ് ചെയ്യുന്നത്. മനസ്സിലായി. അതെന്നെ പോലത്തെ കലാകാരിക്ക് നടക്കും. കലാകാരിക്ക് ഗിഫ്റ്റ് പേപ്പറിലേക്കാണ്. ഇതിനൊരു നാക്ക് ഉണ്ട്. ഇത് ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ വിരിച്ചില്ല. അതിനുള്ളിൽ തിന്നാനുള്ള സാധനമൊന്നുമല്ല. അടുത്തത് ഈ സാധനം ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. വീണ്ടും നല്ല പാക്കിങ്ങിലൂടെ സാധനം അടിച്ചു തരുന്നത്. പാക്കിങ് നമ്മൾ ഒരിക്കലും കുറ്റം പറയും. പാക്കിങ് ആണ് മുഖ്യം. തീരെ സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മുറിച്ച് കളയാനാണ്. സാധനം കാണിച്ചേ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ സാധനം ഇല്ലല്ലോ. എല്ലാരും കാണിച്ചതാ. സാധനം കാണിച്ചത് ഇത് കിട്ടാത്ത അപ്പോ സംഭവം അടിപൊളിയാണ്. മോണി ചിക്കൻ ബിരിയാണി ഗ്രേവി മിക്സ്, അതാണ് ഈ പ്രോഡക്റ്റ്. ഇതിനോടൊരു ഉപകാരം എന്താ നിങ്ങൾക്ക്? സാധാരണ നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളാണ് മസാല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുണ്ടെങ്കിൽ നമുക്ക് മസാല ഉണ്ടാക്കണ്ട. ചിക്കനും അരി ഉണ്ടാവും, ബിരിയാണി റെഡി. അപ്പൊ എങ്ങനെ നമ്മൾ ഇത് ബിരിയാണി ഉണ്ടാക്കാൻ കാണിച്ചത്? ഒരു 3 കിൻസിൽ പറയുന്നത് ചിക്കൻ ആദ്യം സെപ്പറേറ്റ് ഉണ്ടാക്കാം, അരി സെപ്പറേറ്റ് ഉണ്ടാക്കാം, ഈ മസാലയുടെ മിക്സ് ചെയ്യാം, ദമ്മിട് ബിരിയാണി റെഡി. ഇതായിരിക്കും നമ്മൾ കാണിച്ചു തരുന്നത്. പ്രത്യേകിച്ച് നമ്മളോട് ചെക്കന്മാർക്കൊക്കെ ഏറ്റവും പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും എളുപ്പ വഴിയിൽ വരെ. കുക്കിങ്ങിലേക്ക് പോയാലോ? ഓക്കെ. അരി കഴുകി വൃത്തിയാക്കണം. ഇപ്പഴാ ഓക്കെ. കോയിന്റെ അടുത്ത് കോയി അരി ഉണ്ടാക്കല്ലേ. ഇതൊക്കെ ജസ്റ്റ് അപ്പൊ ഗായ്സ് നമ്മളെ പരിപാടിയൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നോക്കട്ടെ, ഒരു ഭാഗത്ത് റൈസ് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മറുഭാഗത്ത് നമ്മളെ ചിക്കൻ മസാല മറൂഫ് സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ പൊരിക്കാനുള്ള ചിക്കൻ. ഓക്കെ, അച്ചുവിടെ വന്ന് വെറുതെ നോക്കി നിൽക്കുന്നുണ്ട്. അനീസോടെ വെറുതെ നോക്കി നിൽക്കുന്നുണ്ട്. വെറുതെ നോക്കിയൊക്കെ ഞാൻ എല്ലാരും നിയന്ത്രിക്കുന്നതാണ്. എല്ലാരും പണി ഉഷാറായി നിർത്തണം. നല്ല കളറായി. മറൂഫിന് ഇത് കണ്ടിട്ട് ഡൗട്ട് ഉണ്ട്, എരിവ് കൂടുമെന്നുള്ള. നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യാം. അനീസിന്റെ മുളക് പൊടി ഇടലാണ് കേട്ടോ. ചിക്കൻ സെറ്റ് ചെയ്യാൻ പോകുന്ന അടുത്ത് ചിക്കൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അരി സെറ്റ് ചെയ്തെടുക്കണം. പിന്നെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുനി വെച്ചിട്ട് നമ്മളെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് മെയിൻസ് ആണ്. അപ്പം കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. ഗായ്സ്, നമ്മൾ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തകൃതിയായിട്ട്. ഇത് നമ്മുടെ ചോറ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. വാ, ഇനി നമ്മുടെ മസാല സെറ്റാക്കണം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ദമ്മ് ഇടണം. അനീസേ സെറ്റാക്കണ്ടേ? ഷാറായി നിൽക്കുന്നുണ്ട്. അച്ചു അങ്ങോട്ട് ഇളക്കിക്കൂട്. അപ്പോൾ നമ്മൾ റൈസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നമുക്ക് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണിക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അനീസ് വെളിച്ചെണ്ണ വെച്ചു. പീസ് വെച്ച് സൈഡിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും.
ഇപ്പോൾ നമ്മളെ ചിക്കൻ ഇതാ ഇനി പൊരിക്കാൻ പോകണം. വെളിച്ചെണ്ണ ചൂടായിട്ട് ചിക്കൻ ഓരോ പീസ് വെച്ച് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ ഉണ്ടല്ലോ ജോ, നമുക്ക് എല്ലാവർക്കും കൂടെ പൊരിച്ച ചിക്കൻ ഭയങ്കര താല്പര്യം. ഇവിടെ ഞങ്ങൾ ഫ്രൈ ചെയ്തിട്ടാണ് മസാല സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം മസാല ആക്കി ചിക്കൻ ഒന്നുകൂടി ഇടാല്ലേ? ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചിക്കൻ പൊരിച്ചെടുത്താൽ മതി അല്ലേ? എന്നിട്ട് നമ്മൾ മസാല വെക്കുമ്പോൾ സാധനം സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മളെ എല്ലാം സെറ്റായി. നമ്മളെ മസാല ഇടാൻ പോകണം. ഇതാണ് നമ്മളെ മെയിൻ മസാല മുനീൻ്റെ. അത് ജസ്റ്റ് കട്ട് ചെയ്യുക, അതിലേക്കാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മളെ മെയിൻ മസാല. നമ്മളിപ്പോൾ ഒരു പേക്ക് മസാല ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഫുള്ളാണ് ഇട്ടും. ഇപ്പോൾ നമ്മുടെ മസാല അതാ സെറ്റ് ചെയ്താണ് നമ്മുടെ മുനീൻ്റെ മെയിൻ മസാല കേട്ടോ. ഈ മസാലയൊക്കെയാണ് നമ്മളിത് അടുത്ത സാധനങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. മസാല സെറ്റ് ആവുന്നുണ്ട്. ഞാൻ ചിക്കൻ ഇട്ടാം. നമ്മളെ ചിക്കൻ ഇടാൻ പോകും. നമ്മൾ അതിൻ്റെ ഫ്രൈ സെറ്റ് ആക്കിയിട്ട് ചിക്കൻ ഇട്ടിട്ട് പിന്നെ നമ്മളെ മസാല ചിക്കനെ കൂടി സെറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മൾ ആ കോഴി തന്ന മസാലയൊക്കെ നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മസാല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ടിട്ട് ദമ്മിടാൻ വെക്കാം കേട്ടോ. നമ്മളവിടെ നിന്ന് റൈസ് എടുക്കുക, ദമ്മിടാൻ വെക്കുക. ആയിട്ടോടെ ആഹാ റൈസ് ഇട്ടോ, വേഗം ദമ്മിട്ടോ. റൈസ് ഇടുക. ഇങ്ങനെ എല്ലാവരും നോക്കി കേട്ടോ ദമ്മിടേ. ഇപ്പോൾ നമ്മളെ റൈസൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന് മേലെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് പൊതിന വേഗം നാക്കി കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടൂടെ. വേട് അപ്പോൾ ഇട്ടെടുത്തോ. കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പും ഇടാം. നമുക്ക് കുറച്ച് പൊതിനയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യാം, ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇട്ടോട് ഉറക്കം കൂട്ടി. മതി മതി ഓവറാക്കണ്ട. ഇനി കുറച്ച് ക്യാരറ്റ് ഇടി. മതി ഇനി വിട്ടു. നമ്മളെ സാധനം സെറ്റ് ആക്കിട്ടോ. നമുക്ക് ഇതൊന്ന് ദമ്മിട്ടൊന്ന് മൂടി വെക്കാം. മൂടിക്കടാ. നമ്മളെന്താ മൂടി വെച്ചിട്ട് എന്തെങ്കിലും വെച്ചൊന്ന് മൂടി വെച്ചു ദമ്മിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, കനല്ലാതെ കുറച്ച് പഞ്ചസാര വെച്ചിട്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെറ്റായിട്ട് കുറച്ചായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മളതാ ദമ്മിട്ടത് ഇത് സെറ്റായിട്ടുണ്ട്. നല്ല ദമ്മ് പൊട്ടിക്കുക. എൻ്റെ മോനെ ഇനി നമ്മളെ മസാലയൊക്കെ ഒന്ന് മറച്ചിടാൻ അങ്ങോട്ട്. സ്ലോ വന്നിട്ടുണ്ട്. സ്ലോണ്ട് മസാല മറച്ചിട്. എങ്ങനെയാ കയ്യിലേറെ ആ മറിച്ചിട്ടോ. അടിയിൽ നിന്ന് മസാലയോട് അടിയിൽ നിന്ന് ഇറച്ചി കൊണ്ട് വരട്ടെ. ഇറച്ചി കൊണ്ട് വരട്ടെ. നമ്മളെ ഇറച്ചി എടാ മതി. എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് പോവല്ലേ. അത് അസിനും എടുത്തിട്ട് എല്ലാവരും കിട്ടുതരും. വേഗം പൊളിച്ചെടുക്ക് ഗായ്സ്. നമ്മുടെ ഫുഡൊക്കെ സെറ്റായിട്ട് ഇടലും തിന്നലൊക്കെ ഏകദേശം സ്പീഡായിട്ടുണ്ട്. എല്ലാവരും നല്ല വിശപ്പുണ്ടാകും. കുറേ നേരം അതിൻ്റെ വൈത്തരം നടക്കുന്നു. എൻ്റെ ഫുഡ് റെഡിയായി. എങ്ങനെയുണ്ട് രാജു ഫുഡ്? മസാലയൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ ഇത്രയും കാലം കഴിക്കാത്ത ഒരു മോഡലാണ്. ഒരു വെറൈറ്റി മസാല അല്ലേ അച്ചോ? ആ ചോദിക്കണ താമസം.